ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. സന്തോഷ്, റിസൾട്ട് വരുമ്പോൾ ദില്ലിയും ബീഹാറും ഏതു തരത്തിലാണ് നേതാക്കളും അതോടൊപ്പം ബീഹാറിലെ ഗ്രാമീണ ജനതയും ഇപ്പോൾ പ്രതികരിക്കുന്നത്? പ്രദീപ്, ആദ്യം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ട് പ്രചാരണം നയിച്ചതാണ് ബീഹാറിൽ. പ്രചാരണം തുടങ്ങുന്നത് തന്നെ കേന്ദ്ര പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അതിനുശേഷം വൻ വികസന വാഗ്ദാനങ്ങൾ നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രചരണ റാലികളിലെല്ലാം നടത്തുകയും ചെയ്തിരുന്നു. പ്രചാരണ പോസ്റ്ററുകളിൽ നിന്നും പ്രാദേശിക നേതാക്കളെ ഒഴിവാക്കി നേരിട്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും ചിത്രങ്ങൾ മാത്രമടങ്ങിയ പോസ്റ്റർ നാം തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ദിവസങ്ങളിൽ പോയപ്പോൾ തന്നെ കണ്ടതാണ്. അത്തരത്തിലായിരുന്നു എല്ലാ റാലികളിലും പ്രാമുഖ്യം നൽകിയത്. ബീഹാർ സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കളെ, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളായ സുശീൽ കുമാർ മോദി അടക്കമുള്ളവരെ എല്ലാ പോസ്റ്ററുകളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലൊരു പ്രചാരണം നയിച്ചിട്ട് പോലും അതൊന്നും ബീഹാർ ജനത കാര്യമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ബീഹാറിൽ BJPക്ക് വോട്ട് നേടാൻ സഹായമായില്ല എന്നാണ് തെളിയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്, രണ്ടാം ഘട്ട വോട്ടിങ്ങിന് ശേഷം പിന്നെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബീഫ് ഇഷ്യൂ അടക്കമുള്ള സംവരണ വിഷയങ്ങളൊക്കെ പ്രധാന ചർച്ചയായി. പക്ഷേ ഇപ്പോൾ സംവരണ വിഷയം, പ്രത്യേകിച്ച് RSS തലവൻ മോഹൻ ഭഗത് നടത്തിയ സംവരണ പരാമർശങ്ങളൊക്കെയാണ് ബീഹാറിൽ സ്വാധീനിച്ചിരിക്കുന്നതെന്നാണ് വോട്ടിംഗ് ശതമാനമൊക്കെ പരിശോധിക്കുമ്പോൾ, ചില ഭാഗങ്ങളിലെ ശതമാനങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു. പ്രത്യേകിച്ച് ലാലു പ്രസാദ് യാദവ് നേടിയ വൻ മുന്നേറ്റം, ലാലു പ്രസാദ് യാദവിനോടൊപ്പം യാദവ് വിഭാഗങ്ങൾ ഉറച്ചു നിന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക മഹാദളിത് വിഭാഗങ്ങളും ലാലു പ്രസാദ് യാദവിനോടൊപ്പവും നിതീഷ് നയിക്കുന്ന ഇവരുടെ മഹാസഖ്യത്തിനോടൊപ്പം ഉറച്ചു നിന്നു എന്നാണ് തെളിയിക്കുന്നത്. പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിൽ മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും ഏറെയുള്ള പശ്ചിമ ബംഗാളും ഒക്കെ ആയിട്ട് ബോർഡർ ഇന്ത്യ അതിർത്തിയുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന സീമാഞ്ചൽ മേഖലയിലാണ് എല്ലാ സീറ്റുകളും, ഒട്ടുമിക്ക സീറ്റുകളും മഹാസഖ്യത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഈ മേഖലയിൽ BJPയോടുള്ള, അല്ലെങ്കിൽ ആ വിഭാഗങ്ങൾക്ക് BJPയോടുള്ള പ്രതിഷേധം വോട്ടായി വന്നിരിക്കുന്നു. നഗരഹൃദയങ്ങളിലാകട്ടെ, പട്നയടക്കമുള്ള നഗരഹൃദയങ്ങളിലാകട്ടെ കുറച്ച് സീറ്റുകൾ BJPക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നതിനപ്പുറം അവിടെയും വലിയൊരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം 2.5 കോടിക്ക് അടുത്ത് വരുന്ന 30 വയസ്സിന് താഴെയുള്ള യുവ വോട്ടർമാരുടെ പോലും വലിയൊരു പിന്തുണ മഹാസഖ്യത്തിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇതുവഴി ഈ വോട്ടിങ്ങിന്റെ ഫലം കാണുമ്പോൾ പറയാൻ കഴിയും. എന്തായാലും ലാലു പ്രസാദ് യാദവിന് വലിയൊരു തിരിച്ചുവരവ്, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ലാലു മാറിയിരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, ഈ മഹാസഖ്യം രൂപീകരിക്കുമ്പോൾ തന്നെ ലാലു നിതീഷും ഒക്കെ അറിയിച്ചിരുന്ന ഒരു കാര്യം, മഹാസഖ്യം വിജയിച്ചാൽ നിതീഷ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി. ഏറ്റവും കൂടുതൽ സീറ്റ് ലാലുവിന് കിട്ടിയാൽ പോലും നിതീഷ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ നിതീഷ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി ആവുക. നിതീഷിനാണെങ്കിൽ ഇത് ഹാട്രിക് ആണ്. 2005-ൽ, 2010-ൽ, ഇപ്പോൾ 2015-ലും നിതീഷ് മുഖ്യമന്ത്രിയാകുന്നു. വലിയൊരു ജനതയുടെ ഭൂരിപക്ഷം ആർജിച്ചുകൊണ്ട്, ബീഹാർ ജനതയുടെ വലിയ പിന്തുണയോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിന് ഗതിവിധികൾ നിശ്ചയിച്ചുകൊണ്ടാണ് നിതീഷ് അധികാരത്തിലേറുന്നത്. അത് നമുക്കറിയാം, BJPക്കെതിരായുള്ള ഒരു വലിയൊരു മൂവ്മെന്റ് കൂടിയായിരുന്നു നിതീഷിൻ്റെത്. അത്തരമുള്ള ഒരു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തന്നെ പിന്നീട് വളരെ പ്രകടമായി മുന്നോട്ട് വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണമായിരുന്നു ബീഹാറിൽ നടന്നത്. ആ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. പഴയ ജനതാ പാർട്ടികളെല്ലാം ഒന്നിച്ചു ചേരാനുള്ള ഒരു അവസരം ഇതുവഴി വീണ്ടും ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ആദ്യം JDUവിൻ്റെ നിതീഷിന്റെ പാർട്ടി JDU പ്രതികരിച്ചത് ഇനി ലക്ഷ്യം ദേശീയ രാഷ്ട്രീയം എന്നാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിനാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വിധി എഴുതിയിരിക്കുന്നത്.